ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുൾ ചിക്കൻ വെച്ചിട്ടുള്ള മന്തി റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് ചൂടായതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ മല്ലി, 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക്, 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം, 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് 7-8 ഏലക്കായ കൂടി ചതച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. അതുകൂടി ഇട്ട് നന്നായിട്ട് തന്നെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് ഒരു സവാള കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് തന്നെ വഴന്നു കഴിഞ്ഞാൽ നമുക്ക് 2 തക്കാളി അരച്ചതാണ്, അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഇളക്കി ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കിട്ടണം. ഇനി നമുക്ക് ഇതിലോട്ട് അരിക്കാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അരിയാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ 1.25 കപ്പ് അളവിൽ വെള്ളം എടുക്കണം. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു മാഗി ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് തന്നെ വരഞ്ഞെടുക്കണം കേട്ടോ, എന്നാലേ നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായി വരുള്ളൂ. ഈ വെള്ളത്തിലോട്ടിട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ബസ്മതി അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം 1 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതൊന്ന് ഒരു അരിപ്പയിലോട്ട് ഊറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച ചിക്കൻ ഒന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ടിട്ട് ഇതെന്താക്കണം, കുക്ക് ചെയ്തെടുക്കണം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമുക്കൊന്നുകൂടി മൂടി വെക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ എന്താക്കിയിട്ടുണ്ട്, ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ബാക്കി വന്ന വെള്ളത്തിൽ നമുക്ക് എന്താക്കാം, നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചെന്ന് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം. ചിക്കനിലോട്ടുള്ള ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാല, മന്തി മസാല, ഒരു മാഗി ക്യൂബ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തന്നെ മസാല രൂപത്തിലാക്കിയിട്ട് ചിക്കനിലോട്ട് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്താക്കാം, നമ്മുടെ ചോറ് എന്തായി നോക്കണം. ചോറൊന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റൈസും ഏകദേശമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് റെഡ് ഫുഡ് കളറും അതുപോലെ യെല്ലോ ഫുഡ് കളറും നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫുൾ ചിക്കൻ മന്തി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.